അസ്സലാമലൈക്കും ഗൈസ്. നമുക്ക് ഇന്ന് വന്നത് ഒരു ക്ലോക്കാണ്. ഫോട്ടോ ക്ലോക്കാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മളിത് ഇതിന്റെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് ഇനി അതിന് ബ്ലാക്ക് കോട്ടിങ്ങൊക്കെ അടിച്ച് എൻ്റെ ഉമ്മ ഇന്നോട്ട് തെറ്റൊക്കെ ചെയ്തിട്ടോ അതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോഴേ. അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നപ്പോ ഇമ്മച്ചേനെ പിന്നെ പെയിന്റൊക്കെ അടിക്കാൻ സഹായിച്ചു. അങ്ങനെ രണ്ട് ഭാഗം നമ്മൾ തക്കടി കുത്തപ്പനായിട്ട് കരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി റെസിനിന്റെ സാധനങ്ങൾ പൊട്ടിക്കാം. അയ്യോ, എങ്ങോട്ടോ തെറിച്ചു. ടോപ്പൊക്കെ ഇങ്ങോട്ട് പോയി. അയ്യോ, കയ്യിലൊക്കെ ആകെ റെസിനായില്ലേ. ശേഷം എങ്ങനെത് അതിൻ്റെ ഇടയ്ക്ക് സാധനമൊക്കെ എടുക്കാൻ പോയപ്പോഴാണ് വെയിറ്റ് മെഷീൻ മറന്നുപോയത്. നമുക്ക് ആർക്കെങ്കിലും വെയിറ്റ് മെഷീൻ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അങ്ങനെ ബുദ്ധി ഉപയോഗിക്കണം ഗൈസ്, ബുദ്ധി. അപ്പൊ ഞാനിങ്ങനെ ഒരു ബുദ്ധി ഉപയോഗിച്ചു. നിങ്ങൾക്കും ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചോളൂ കേട്ടോ. ഞാൻ പിന്നെ വളരെ ഓപ്പൺ ആയ സ്ഥലത്ത് നിന്നാണ് ഇങ്ങനെ കർഹ കളർ കുത്തി കലക്കിയിട്ട് ഒഴിക്കുന്നത്. ഇതിൽ എന്ത് വന്ന് ചാടിയാലും അലീച്ചേ കൊതുകോ പ്രാണിയോ എന്തോന്ന് ചാടിയാലും അത് ക്യാമത്താൾ വരെ അതായി തന്നെ കടന്നു പോകും. നമ്മളിതെങ്ങാനും സെറ്റ് ആവും ഇതിന് മുന്നേ കണ്ടാ നമ്മൾ കഴിച്ചില്ലായി. അപ്പൊ നമുക്ക് ഇനി ഗോൾഡൻ കളർ കൊടുത്താലോ? ഇത് നിൽക്കൂല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഈ ചെയ്ത മാതിരിയൊന്നും ആവൂല. കുറച്ച് കഴിയുമ്പോഴത്തേനെ പാര് മൊത്തം അങ്ങോട്ട് മാറിപ്പോകും. ഇതിന് ഫേസേ മാറിപ്പോവും. നമ്മളിങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, കണ്ടോ ഇതാ ഇങ്ങനെയാണ് അപ്പൊ ആയത്. നമ്മൾ എങ്ങനെ വരച്ചതാണ് അങ്ങനെ നമ്മൾ എന്ന് നോക്കിയില്ല. ഇനി പൈമിലോണ്ട് വർക്ക് ചെയ്യാണ്. നമ്മൾ ആ ഫോട്ടോ വെട്ടിവെച്ച ഫോട്ടോസൊക്കെ എടുത്ത് അതിന്റെ സ്റ്റിക്കറൊക്കെ ചൂരി. ഇതിലാണെങ്കിൽ ഒന്ന് വെട്ടിയപ്പോ കണ്ണുമില്ല മൂക്കുമില്ല. ഒരാളെ കണ്ണുണ്ടാവുമ്പോ മറ്റാളെ കണ്ണ് പോകും. അപ്പൊ നമ്മൾ കരിച്ച് കളഞ്ഞ കല്ലുകളിൽ വെച്ചിട്ട് ഒരു ബോർഡർ സെറ്റ് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ അത് ആ ശ്രമം വളരെ ഉഷാറായിട്ട് പാളിപ്പോയി ഗൈസ്. പിന്നെ വേറെ മാർഗം നോക്കി. അങ്ങനെ എനിക്ക് ഭാഗ്യത്തിന് എവിടുന്നോ ഒരു പാത്രത്തിന്റെ ഒരു മൂടിയല്ല എന്താ അതിന് ഒരു റിങ് അങ്ങോട്ട് കിട്ടി. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തു. മാഷാ അല്ലാ, സംഭവം ഉഷാറായി. ഞാൻ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ ഞാൻ വളരെയധികം വലിയ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം ഞാൻ ചെയ്തു. കറുപ്പ് പെയിന്റിൽ ഞാൻ ക്ലിയർ റെസിൻ അങ്ങോട്ട് ഒഴിച്ചു. അപ്പൊ എന്താ ഉണ്ടായത് നിങ്ങൾക്ക് കാണണോ? സൈഡിൽ കൊടുത്ത എല്ലാ കളറുകളും ഇളകി ക്ലിയറിലേക്ക് ഒഴുകി വന്നു. പിന്നെ അങ്ങോട്ടൊരു ഭ്രാന്ത് പിടിച്ചൊരു ഓട്ടായിരുന്നു. എല്ലാതും കൂടി അവിടുന്ന് ഒതുക്കിയിരിക്കണ്ടേ. അങ്ങനെ അതൊക്കെ ഓരോന്ന് സെറ്റാക്കി എടുത്തു. ലാസ്റ്റ് നമ്മളിതായി ഇങ്ങനെ ഫൈനൽ ലുക്കിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇതൊക്കെ വലിച്ചു ഊരിയെടുത്തു. അങ്ങനെ ലാസ്റ്റ് നമ്മളുടെ ഈ ക്ലോക്കിന്റെ നീഡിലും കൂടാണ്ട് വെച്ചപ്പോ എന്റെ പൊന്നാര മക്കളെ എന്തോര് ഭംഗിയല്ലേ കാണാനേ. മഷാല്ല എല്ലാരും ഇത് അങ്ങോട്ട് ഇട്ടോളൂ കേട്ടോ. കമന്റ് ബോക്സ് നിറയട്ടെ. മഷാല്ല ബാറക്കല്ല. അങ്ങനെ നമ്മളുടെ കസ്റ്റമർ വീഡിയോ ഒക്കെ എടുത്തു. അതൊക്കെ സെറ്റാക്കി. പിന്നെ നമ്മളുടെ പൊടിപടലങ്ങള് നമ്മളെ ക്ലോക്കിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ എന്തായാലും അവര് ഹാപ്പിയാണ്. അവരുടെ ക്ലോക്ക് കൊണ്ട് അവർ നല്ല ഹാപ്പിയാണ്. മഷാല്ല. എല്ലാവരും ഇതോട്ട് നീറ്റ് എന്നോട്ട് കമന്റ് ഇട്ടോളൂ കേട്ടോ. മഷാല്ല തബാറക്കല്ലാ. അങ്ങനെ ഫോട്ടോഷൂട്ടുകളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോയി. ബൈ. അപ്പൊ നീ ഇങ്ങനത്തെ പൊടിപടലങ്ങൾ പിടിക്കാത്തത് വേണമെങ്കിൽ നമ്മള് കോണ്ടാക്ട് ചെയ്താൽ മതി. അസ്സലാമലൈക്കും.